കരമന കൈമനത്ത് മാതാ അമൃതാനന്ദമയിയുടെ സ്ഥാപനത്തിനടുത്ത് ഒരു വേക്കൻ പ്ലോട്ട് ഇന്നലെ രാത്രി ഒരു സ്ത്രീ നിന്ന് കത്തി. ആ പരിസരത്ത് ധാരാളം വീടുകൾ ചേർന്ന് അടുത്തടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു വേക്കൻ പ്ലോട്ടാണ്. അത് മാതാ അമൃതാനന്ദമയിയുടെ സ്ഥാപനത്തിൻ്റെ വകയാണ്. ഏകദേശം 5-6 സെൻറ്റേ ഉള്ളൂ എന്ന് പറയുന്നു. കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ നിന്ന് കത്തുന്നതാണ് ആൾക്കാർ കാണുന്നത്. രാത്രി ഒരു നിലവിളി ആദ്യം കേട്ടു. ആൾക്കാരെല്ലാം കൂടെ ആ വേക്കൻ പ്ലോട്ടിനടുത്ത് വന്നപ്പം ഒരു സ്ത്രീ നിന്ന് കത്തുന്നതാണ് കണ്ടത്. അവർ കെടുത്താനൊക്കെ ശ്രമിച്ച സമയത്ത് കത്തി തീർന്നു. അതൊരു സ്ത്രീരൂപമാണ്. ആ നാട്ടിലോ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തുള്ള ആളല്ല. ഏതായാലും കരുമത്തിലെ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് രാവിലെ വാർത്ത വന്നു. അവർ പോയി നോക്കിക്കഴിഞ്ഞപ്പം ഷീജ എന്നൊരു സ്ത്രീയാണ്. അവർ മെഡിക്കൽ കോളേജിനടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഒരു പാർട്ട്ണറുണ്ട്, ലിവിങ് ടുഗദർ താമസം. അയാൾ സജികുമാർ എന്ന് പറഞ്ഞ ആൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാൾ തന്നെയാണ്. ഇവരിൽ നിന്ന് ധാരാളം പണം ഊറ്റിയെടുക്കുകയും പലരിൽ നിന്നും അവരെ കൊണ്ട് കടം വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. അയാളുടെ ഒപ്പമാണ് ഇവർ മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്. കരുമത്താണ് വീട്. പിന്നെ എങ്ങനെ ഈ കൈമനം എന്ന സ്ഥലത്ത് വന്നു ഇവർ കത്തി അമർന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് വിചാരിച്ച് സ്വയം അവർ മണ്ണെണ്ണ ഒഴിച്ചോ അവർ തീ കത്തി നശിക്കുമ്പം നിലവിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ തീ കത്തിക്കുന്നത്. അതുകൊണ്ട് നിലവിളിക്കാനും പരസഹായത്തിന് അലറി വിളിക്കാനും ശ്രമിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അത് തന്നെയല്ല ഈ കേസിൻ്റെ സ്വഭാവം വന്ന് നോക്കുമ്പം ഇതിനകത്ത് സജികുമാറും ഈ ഷീജയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്ത് താമസം. ഈ കൈമനം എന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരം പോകണം കരുമത്ത്. അവിടെയുള്ള സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ വേക്കൻ പ്ലോട്ട് അവർ കണ്ടത്? ഇവിടെ എങ്ങനെ വന്നു? സംശയാസ്പദമാണ്. ഇതൊരു കൊലപാതകത്തിലേക്കാണ് നീങ്ങുന്നത്. ആ വിജനമായ സ്ഥലത്ത് എങ്ങനെ ഇയാൾ ഈ സജികുമാർ ഇവരെ കൊണ്ടുവന്നു? അവിടെ വരാനുള്ള കാരണം എന്ത്? രാത്രിയിൽ അവിടെ ആ വിജനമായ ആ 10 സെൻറ്റ് അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലത്ത് കാട് പിടിച്ചിട്ട് ഇവർ എന്തുകൊണ്ട് അവരെ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു? എങ്ങനെ, എന്ത് പ്രേരിപ്പിച്ച്, എന്ത് വശീകരിച്ചാണ് ഇവരെ അവിടെ കൊണ്ടുവന്നത്? അത് ദുരൂഹതയാണ്. അത് പോലീസ് കണ്ടെത്തണം. അത് ആ സമയത്ത് അവർ പ്രതീക്ഷിക്കാതെ ആയിരിക്കണം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം ഈ മണ്ണെണ്ണയോ പെട്രോളോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ ദേഹത്തോട്ട് ഒഴിച്ച് കത്തിച്ചിട്ടുണ്ടാവണം. ആളവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടാവും. അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലധികം ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന ഏരിയയാണ്. ഈ പ്ലോട്ട് മാത്രമാണ് വേക്കൻ്റായിട്ട് കിടക്കുന്നത്. അത് പോലീസ് കണ്ടെത്തണം. ഇതൊരു കൊലപാതകമായിട്ട് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ അവരുടെ ആർദ്രനാദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. നിലവിളിച്ച് കരയുന്നത് ശബ്ദം കേട്ടു. നാട്ടുകാർ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീ നിന്ന് കത്തുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തണം. വീട്ടുകാർക്ക് സംശയമുണ്ട്. ഇതിനകത്ത് സജി എന്ന ഒരാളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. സജികുമാർ ഇവരുമായിട്ട് ഒന്നിച്ച് താമസിച്ച ആളാണ്. മെഡിക്കൽ കോളേജിൽ കാണേണ്ട ഇവർ എങ്ങനെ ഈ വേക്കൻ്റ് പ്ലോട്ടിൽ വന്നു? അവർ തമ്മിലുള്ള അവരെ ആ മൊബൈൽ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസും സംസാരങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുമെന്ന് കരുതുന്നുണ്ട്. ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് എഴുതി തള്ളരുത്. കാരണം 2-3 പോയിൻ്റ് ഉണ്ട്. ഇവർക്കവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ഇവർക്കവിടെ ഒരു ബന്ധുക്കളില്ല. കരുമത്താണ് ഇവരുടെ വീട്. ഇവരും ലിവിങ് ടുഗദറുള്ള ഭർത്താവും തമ്മിൽ മെഡിക്കൽ കോളേജിനടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നവരാണ്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഇവരെ അവിടെ അനുനയിപ്പിച്ച് ആ വിജനമായ ആ സ്ഥലത്ത് കൊണ്ടുവരിക അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ഡീപ്പായിട്ട് ഇത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമായിട്ട് തന്നെ മാറും എന്നാണ് ഞാൻ കരുതുന്നത്.